കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ ഇന്നും പ്രതിഷേധം കനക്കും. മന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിനിടെ സംസ്ഥാനത്തെ ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷിതാവസ്ഥ സംബന്ധിച്ച് സ്ഥാപന മേധാവികൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഇന്ന് റിപ്പോർട്ട് കൈമാറും. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ കോട്ടയം ജില്ലാ കളക്ടർ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, തലവേലപ്പറമ്പിലെ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് വിഷ്ണു സുരേഷ്, അതുപോലെ തിരുവനന്തപുരത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ അലയടിക്കുന്നതിൻ്റെ വിവരങ്ങളുമായി MG പ്രതീഷും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആദ്യം ടോബിയിലേക്ക്. ടോബി, ഗുഡ് മോർണിംഗ്. ടോബി, ശരിക്കും നമ്മൾ ഒരുപക്ഷെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയും അതിൻ്റെ പരിസരവും ഒക്കെ തന്നെ വല്ലാത്ത ഉത്കണ്ഠയിലാണ് എന്ന് എനിക്ക് അറിയാം. എന്താണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും അവസാന റിപ്പോർട്ടുകൾ എന്താണ്? ഗുഡ് മോർണിംഗ് SKN. വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ ആശുപത്രിയും പരിസരവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 5 ജില്ലകളിലെ ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ് ഇത്. നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, ദിവസവും ചികിത്സ നേടുന്നുണ്ട്. ഇന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവത്തിന് ശേഷം ശസ്ത്രക്രിയാ നടപടികൾ നിർത്തിവച്ചിരുന്നു. ആ കാര്യങ്ങളടക്കമുള്ള ശസ്ത്രക്രിയാ നടപടികളടക്കം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ചികിത്സകൾക്കൊന്നും തന്നെ തടസ്സമുണ്ടാകാത്ത രീതിയിലാണ് ഈ സംഭവം നടക്കുമ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ ശസ്ത്രക്രിയ കൂടി ആരംഭിക്കുന്നതോടുകൂടി പൂർണ്ണമായി പൂർവ്വസ്ഥിതിയിലേക്ക് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം വരുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് കൈമാറിയേക്കും. ഉടൻ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം മന്ത്രിസഭ എടുത്ത് ഒരു നടപടി, അതായത് ഈ ധനസഹായം നൽകുന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് ജില്ലാ കളക്ടർ നൽകുക. അതോടൊപ്പം തന്നെ ഇന്നലെ HDSൻ്റെ, അതായത് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആദ്യ ഘട്ടമായിട്ടുള്ള ഒരു ധനസഹായം ഇന്നലെ ആ കുടുംബത്തിന് മന്ത്രി VN വാസവനും ജില്ലാ കളക്ടറും കൂടി ചെന്ന് നൽകിയിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള തുക കൂടി അവർക്ക് ഉടൻ തന്നെ ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ പരിക്കേറ്റ് കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നടത്തുന്ന മറ്റൊരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇവിടെ പരിശോധനകൾ നടത്തി ജീവനക്കാരിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് 7 ദിവസത്തിനുള്ളിൽ തന്നെ സർക്കാരിന് നൽകും. എന്താണ് വീഴ്ച സംഭവിച്ചത്, എങ്ങനെയാണ് ഈ സംഭവം നടന്നത്, അതായത് ബലക്ഷയമുള്ള ഒരു കെട്ടിടമാണെന്ന് സൂപ്രണ്ട് അടക്കമുള്ളവർ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ജീവനക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. ആ ബിൽഡിങ്ങിലെ ബാത്റൂം കോംപ്ലക്സ് എന്തിന് തുറന്നു കൊടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിന് ഇന്നലെ തന്നെ കളക്ടർ ഒരു വിശദീകരണം നൽകിയിരുന്നു. അതായത് അവിടെ രോഗികളെ, ഈ കാണുന്ന ഞാൻ ഈ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ മറുവശത്താണ് ഈ കെട്ടിടമുള്ളത്. അവിടെ ആ 14, 10, 11 വാർഡുകളാണ്. അവിടെ രോഗികളെ പാർപ്പിച്ചിരുന്നു. ചികിത്സയ്ക്ക് ശേഷം, അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വരുന്ന രോഗികളാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ദൂരെ കുറച്ച് മാറിയുള്ള ബാത്റൂമുകൾ ഉപയോഗിക്കാൻ അവിടെ നിന്ന് അവരെ കൊണ്ടുപോകുന്നതിനും മറ്റും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ രോഗികളായവരുടെയും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരുടെയും ഒരു ആവശ്യം മാനിച്ചുകൊണ്ടാണ് അത് തുറന്നു നൽകിയതെന്നാണ് പറയുന്നത്. അപ്പോഴും അത് വലിയൊരു തെറ്റായ നടപടിയാണ്. അതിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ആരുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെയൊരു തീരുമാനം വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കളക്ടറുടെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിന് പക്ഷേ കാര്യമായിട്ടുള്ള വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടേക്ക് വാഹനം കയറി വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അന്ന് ഈ റെസ്ക്യൂ സംവിധാനങ്ങൾക്കുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇട്ടിരുന്നില്ല. തുടർന്ന് നിർമ്മാണം നടന്നതുകൊണ്ട് തന്നെ 4 വശവും ചുറ്റപ്പെട്ട രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ JCBകളടക്കം അവിടേക്ക് കൊണ്ടുവരുന്നതിനുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാലതാമസമെന്നാണ് ജില്ലാ കളക്ടറിൻ്റെ പ്രാഥമികമായിട്ടുള്ളൊരു വിവരം. എന്തായാലും PWD അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും ഈ 7 ദിവസത്തിന് ശേഷം ഈ റിപ്പോർട്ട്, വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറുക. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികളടക്കം ഉണ്ടാകുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് ബിന്ദു കടന്നുപോയിരിക്കുന്നത്. ബിന്ദുവിൻ്റെ വീടുള്ള തലയോലപ്പറമ്പിൽ നിന്ന് നമുക്കൊപ്പം
വിഷ്ണു സുരേഷ് കൂടി ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, യഥാർത്ഥത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിട്ടിത് മാറിയിട്ടുണ്ട്. കാരണം ഒരു കൂട്ടിരിപ്പുകാരിയായി പോയി ഒരു ചേതനേറ്റ ശരീരമായി തലയോലപ്പറമ്പിലേക്ക് മടങ്ങി വന്ന ഒരു അമ്മയുടെ ചിത്രം. വളരെ അധ്വാനിയായ ഒരു വീട്ടമ്മ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് ജോലികൾ ചെയ്ത, ഒരുപാട് അധ്വാനിച്ച ഒരു വീട്ടമ്മയുടെ വിയോഗമാണ് തലയോലപ്പറമ്പുകാർക്ക് കാണേണ്ടി വന്നത്. എന്താണ് തലയോലപ്പറമ്പിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ? ഇന്നലെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു പിന്നാലെ മന്ത്രി വി എൻ വാസവൻ വീട്ടിലേക്ക് എത്തി കുടുംബത്തിന് പൂർണ്ണ പിന്തുണയും സഹായവും ഒക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ എല്ലാവർക്കും സങ്കടത്തിൽ നിന്ന് ഇനിയും കുറെ സമയമെടുക്കും അവർ മുക്തരാവാൻ. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഏക ആശ്രയവും അത്താണിയൊക്കെ ആയിരുന്നു ബിന്ദു. 350 രൂപ ബിന്ദുവിന്റെ ആ ദിവസവേതനത്തിലാണ് ഈ കുടുംബം ഒന്നാകെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭർത്താവിന് ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കുടുംബത്തിന്റെ ആകെ ഉള്ള വരുമാനം അത് ബിന്ദുവിന്റേതായിരുന്നു. ബിന്ദുവിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. മക്കളെ കരപറ്റിക്കണം, അതോടൊപ്പം തന്നെ വീട് മികച്ച രീതിയിൽ നിർമ്മിക്കണം, മകളുടെ രോഗം മാറ്റണം, അങ്ങനെ കുറെ ആവശ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ ജോലിക്ക് പൊക്കോണ്ടിരുന്നത്. ഇത് ഒന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഇതുകൊണ്ടൊക്കെ ജീവിച്ചങ്ങ് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി അപകടം സംഭവിച്ചത്. സർക്കാർ എത്തി, സർക്കാരിൽ വലിയ പ്രതീക്ഷയൊക്കെ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ബിന്ദുവിന്റെ ഭർത്താവിന്റെ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്. അവരോട് ചോദിക്കാം. ചേച്ചി, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. സർക്കാർ പറഞ്ഞത് മടുത്തതാണ്. ഞാനും എന്റെ അനിയത്തി എന്റെ മോനും കൂടെ സഹായിച്ച് ഓപ്പറേഷന് ഞങ്ങളെല്ലാം ചെയ്തു. നിങ്ങളെ കൊണ്ടൊന്നും വയ്യ, 2-3 ലക്ഷം രൂപയായെങ്കിലും ഞങ്ങൾ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തത്. അങ്ങനെ ഒരു പൊന്നു നാത്തൂരാണ്. പിന്നെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് വയ്യാതായി. അപ്പോഴായി ഇപ്പം അവള് നല്ല വിദ്യാഭ്യാസം, അവൾക്ക് ജോലി കിട്ടാത്തതുകൊണ്ട് അവിടെ മക്കളെ പഠിപ്പിച്ച് ജോലി കിട്ടണമെന്ന് ഒരൊറ്റ വാശിയേ ഉള്ളു. അതിന് ഞങ്ങളെല്ലാം കുഞ്ഞുമക്കൾക്ക് പഠിക്കാനൊക്കെ ഈ ദിലീപൊക്കെ കൊടുക്കും. ഞങ്ങൾ 3 പേരാ കൊടുക്കുന്നേ. ഞാനും കൊടുക്കും, മോനും കൊടുക്കും, അനിയത്തിയും കൊടുക്കും. ഇതൊന്നും വരത്തില്ലായിരുന്നു. ഞങ്ങള് ഈ അസുഖം നിറഞ്ഞപ്പോ ഞങ്ങളുടെ അനിയത്തിയുടെ വീട്ടിൽ വന്ന് താമസിച്ചെങ്കിൽ ഈ കഷ്ടകാലങ്ങളൊന്നും വരത്തില്ല. അവിടെ എവിടെങ്കിലും ഞങ്ങൾ കാണിച്ചേനെ. എന്റെ മോനൊക്കെ പറഞ്ഞു, അമ്മക്കൊക്കെ മനസ്സുള്ളവരാ, ഞങ്ങൾക്ക് ഒരുപാട് വാരിക്കൂട്ടാനും പണക്കാരൊന്നും അല്ല, നമ്മൾ സാധാരണക്കാരാ. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ചുരുക്കിയ ഇതെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു നാത്തൂനാണ്. എന്റെ സഹോദരന് നല്ലപോലെ ജോലി ചെയ്യാൻ വയ്യ. മേശം പണിയാ, 10,200 രൂപ ജോലി ചെയ്താൽ കിട്ടും. സിമെന്റിന്റെ പണിയാ, അത് കൈ അങ്ങ് പഴുക്കും. ഈ മന്ത്രിയൊക്കെ എത്തി വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രതീക്ഷയുണ്ടോ? അതിലേ ഉള്ളു ഞങ്ങൾക്ക് പ്രതീക്ഷ. അത് കിട്ടണം. അത് നിങ്ങളെ ഏത് ചാനലുകാരായാലും മന്ത്രിയായാലും ഏത് സർക്കാരായാലും അതവർക്ക് കൊടുക്കണം. അത്രയല്ല, വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾ പോവരുത്. അതേ ഉള്ളു ഞങ്ങൾക്ക് പറയാം. പിന്നെ ഇതൊന്നും നടന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ സഹായിച്ച് എന്റെ ഓപ്പറേഷൻ നടത്തിയേനെ. എന്നിട്ട് അതിന് ഓപ്പറേഷൻ കഴിയുമ്പോൾ അതിന് നേഴ്സിങ്ങിന് പോവാം. മോനൊരു കൊച്ചു ജോലി എവിടെങ്കിലും കിട്ടും. അപ്പം വളർത്തി വീടൊക്കെ വൃത്തിയാക്കാം. വീടൊക്കെ കിടക്കുന്നുണ്ട്. ഇന്ന് ആരുടെയെങ്കിലും വീട് തരാം. എത്രയോ കാലത്തിന് പഞ്ചായത്തിൽ നിന്ന് 10,000 15,000 ഇതൊക്കെ ശരിയാക്കണം എന്നുള്ളതായിരുന്നു ഒരു ആഗ്രഹമല്ലേ? എല്ലാം നടക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഈ കൊച്ചിന്. എങ്ങനെ അവള് ഇത്രയൊന്നും കൂടുതൽ പ്രതീക്ഷിച്ചത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഈ 300 രൂപ ജോലി ചെയ്യുന്നതും കിട്ടി. ഈ അമ്മ തൊഴിലുറപ്പിന് പോയി. ഈ അമ്മയ്ക്കും കൊടുക്കും പൈസ അല്ലെന്നല്ല. ഈ അമ്മ ഈ കുടുംബത്തിന്റെ ഒരമ്മയല്ല, അത്ര ഒരു പ്രിയപ്പെട്ട ഒരമ്മയാണ്. ഈ അമ്മയുടെ കൈ കിട്ടുന്നതും തൊഴിലുറപ്പിനും പിന്നെ സർക്കാരിന്റെ അരി അവർക്ക് കിട്ടുന്നത്. BPL APL കണ്ട കാരണം ആ അരിയായി 1 മാസവും വെക്കുന്നത്. അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമ്മ, ഇന്നലെ മന്ത്രിയൊക്കെ വന്നു, എന്തൊരു പ്രതീക്ഷ? മന്ത്രിയൊക്കെ വന്നു. ഞങ്ങളുടെ ദുഃഖം ദൈവസ്ഥകളും ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ദുഃഖവും ദുരിതവും ഞങ്ങളുടെ ദാരിദ്ര്യവും എന്റെ മകളുടെ ഓട്ടവും നേരം വെളുക്കുമ്പോ പറന്നോടും 7 മണിക്ക് വരും. 300-350 രൂപ കിട്ടും. എനിക്കൊരു മരുമകനുണ്ട്, രോഗിയായി പോയി. എനിക്ക് 4 മക്കളുണ്ട്. എന്റെ ഇളയ മകളാണ് ഇപ്പൊ അപകടത്തിൽപ്പെട്ടു പോയത്. എന്റെ മൂത്ത മകളുണ്ട്, അവൾ അടുത്ത വീട്ടിൽ താമസിക്കുന്നു. അവളുടെ മരുമകനും. സർക്കാർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? സർക്കാർ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് 100% വിശ്വാസമുണ്ട്. അദ്ദേഹം എന്റെ കൈ പിടിച്ച് അത്ര വാഗ്ദാനം തന്നിട്ടാ പോയത്. ആ വാഗ്ദാനം സ്വീകരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ എന്റെ മകളാണ് ഇവിടുത്തെ വാഗ്ദാനം. അവള് പോയിടത്തോളവും അവള് പെട്ട അപകടത്തോളവും
എനിക്കിത്. എസ്കെൻ, വലിയ സങ്കടത്തിലാണ് അവർ ഉള്ളത്. അത് സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ, ഇന്നലെ വി എൻ വാസവൻ എത്തി പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നടപ്പിലാകണം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മകന് മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക ജോലി, ഒപ്പം മകളുടെ ചികിത്സ, ആ കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് കൂടുതൽ കുറച്ചൊരു സ്ഥിര ജോലിയൊക്കെ ലഭ്യമാക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. മന്ത്രി വീണ ജോർജ് ഇന്നലെ ഫോണിൽ വിളിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് 2 ദിവസത്തിനകം. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയാണ് പലരും ആവശ്യപ്പെടുന്നത്. MG പ്രതീക്ഷ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീക്ഷ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അതിവ്യാപകമായ പ്രതിഷേധം ഇന്ന് അരങ്ങേറുമെന്ന് അറിയാം. പ്രതിപക്ഷ കക്ഷികളും അതുപോലെ BJPയും NDAയും ഒക്കെ തന്നെ ഈ രാജി ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. SKN, ഗുഡ് മോർണിംഗ്. ആരോഗ്യവകുപ്പിനെതിരെ തുടർച്ചയായി ആരോപണങ്ങളും പരാതികളും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള രാജി ആവശ്യം പ്രതിപക്ഷ സംഘടനകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ അനാസ്ഥ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യം. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെയും തിരുവനന്തപുരം ജില്ലയിൽ വലിയ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ ഉയരുന്നത്. മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുകയും മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധം നടത്താനുമാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്ന കാര്യം. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. മന്ത്രി രാജിവെക്കും വരെ ഈ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ ചില പരാമർശങ്ങൾ പോലും ഈ രക്ഷാപ്രവർത്തനം വൈകുന്നതിന് ഇടയാക്കി എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യം. പക്ഷേ ഈ പ്രതിപക്ഷ ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും സർക്കാരും CPM തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയെ സംരക്ഷിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് CPM അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റ് വകുപ്പ് മന്ത്രിമാരും ആരോഗ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നു. നേരിട്ടും സാമൂഹിക മാധ്യമ പോസ്റ്റ് വഴിയുമാണ് ആരോഗ്യമന്ത്രിക്ക് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല എന്നും രക്ഷാപ്രവർത്തനത്തിൽ പാളിച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായും CPM ഉന്നയിക്കുന്ന കാര്യം. ഒപ്പം ആരോഗ്യമേഖലയെ മനഃപൂർവ്വം താറടിച്ച് കാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന പ്രതിരോധവും CPM തീർക്കുന്നുണ്ട്. SKN. ഓക്കെ, നമുക്കൊപ്പം MG പ്രതീക്ഷാണ്. ഇന്ന് വളരെ ശക്തമായ പ്രതിഷേധം അരങ്ങേറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഇനി പ്രതിഷേധങ്ങളുടെ കാലമായിരിക്കും, ഇത് അതിൻ്റെ സീസണാകും. കാരണം തെരഞ്ഞെടുപ്പ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമരങ്ങളുടെയും പ്രതിഷേധത്തിൻ്റെയും വേലിയേറ്റമായി കേരളം മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല.